നമസ്കാരം, ഞാൻ കവിരാജ് അമ്പലപ്പുഴ. ചൈനയിൽ ഞാൻ കണ്ട കാഴ്ചകൾ വിവരിച്ച് കാണിക്കുന്ന 10ാമത്തെ എപ്പിസോഡാണ് ഇത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചൈനയുടെ വൻമതിൽ കണ്ടിറങ്ങിയ ഭാഗത്തോടെ ആണല്ലോ അവസാനിപ്പിച്ചത്. ശേഷം ഞങ്ങൾ പോയത് ചൈനയിൽ രത്നാഭരണങ്ങൾ നിർമ്മിച്ച് വിപണനം ചെയ്യുന്ന ഒരു സ്ഥാപനത്തിലേക്ക് ആയിരുന്നു. ചൈനയുടെ വടക്കു പടിഞ്ഞാറൻ പ്രവിശ്യയായ സിൻജിയാങ്ങിൽ പ്രാദേശിക സ്രോതസ്സുകളിൽ നിന്നും ചരിത്രാതീത കാലം മുതൽ ഖനനം ചെയ്യപ്പെടുകയും വൻതോതിൽ ശേഖരിക്കുകയും ചെയ്യുന്ന ചൈനീസ് ജോഡ്, അതായത് ഒരുതരം പച്ച നിറത്തിലുള്ള കടുപ്പമുള്ള രത്നം, അവ അസംസ്കൃത വസ്തുക്കളിൽ നിന്നും വേർതിരിച്ച് ഉപയോഗപ്രദമായ രീതിയിൽ ആഭരണങ്ങളും മറ്റുമുണ്ടാക്കുന്ന ഒരു ഫാക്ടറിയിലേക്കാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അപൂർവതയും സൗന്ദര്യവും ചരിത്രവും കാരണം ചൈനീസ് രത്നങ്ങൾക്ക് വളരെ വിലയാണ്. ജോഡ് കട്ടുപണിയിൽ, അതായത് ഈ രത്നങ്ങളുടെ കൊത്തുപണിയിൽ പ്രാവീണ്യം നേടിയ ആദ്യ സംസ്കാരം ചൈനയുടേതാണ്. നമ്മൾ ആ ഫാക്ടറിയിൽ എത്തിച്ചേർന്നു. ഇതാണ് ആ ഫാക്ടറി. വിദേശികൾക്ക് ഈ ആഭരണങ്ങളെ കുറിച്ച് വിശദമായി പറഞ്ഞു കൊടുക്കുന്ന അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥയുടെ സംഭാഷണത്തിലേക്ക് നമുക്ക് അല്പം ശ്രദ്ധിക്കാം. By the way, are you from India? Yes. Okay, awesome. Awesome. From your charming eyes and curly eyelashes, I guess. And our country has a good cooperation with your country, right? Yes. Good. And then later, special discount for special. Okay, yeah. In China, we have a long tradition of using jade. And now, let me show you what jade raw material looks like. Okay, my friends, looking to the right. In China, people like green. It's a symbol of long life. Long life. And this one, we call it happy family ball or generation ball. There are totally 1, 2, 3, 4. This, and each of the layers can be moved. ഒരു ചൈനീസ് വിദഗ്ധൻ തന്റെ കലാനൈപുണ്യം കൊണ്ട് ഖനനം ചെയ്തുകൊണ്ടുവന്ന അസംസ്കൃത വസ്തുവിൽ നിന്നും മനുഷ്യർക്ക് ഉപയോഗപ്രദമായ രീതിയിൽ അല്പം നേരത്തെ ആ ചൈനീസ് യുവതി വിവരിച്ച ആ വിലപിടിപ്പുള്ള ഉൽപ്പന്നം അതാക്കുന്നതാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. കല്ലുകൾ ഉപയോഗിക്കുന്നതിന് അവർക്ക് ഉയർന്ന നിലവാരമുണ്ടായിരുന്നു. കല്ലിന്റെ നിരവധി ഗുണങ്ങൾ അതിന്റെ മൂല്യം വർദ്ധിപ്പിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളൊന്ന് രക്തത്തിന്റെ അപൂർവതയാണ്. ഉയർന്ന ഗുണമേന്മയുള്ള സ്രോതസ്സിന്റെ പ്രാഥമിക സ്രോതസ് മ്യാൻമാർ അല്ലെങ്കിൽ പഴയ ബർമയാണ്. പണം ആഗ്രഹിക്കുന്ന ചൈനീസ് വിശ്വാസം. But everybody remember this statue. Thank you, sir. This statue, there is no bottom, no S. This one, it means it never goes to the washroom. No pee, no poop. അതിനുശേഷം ഞങ്ങൾ പോയത് അവരുടെ വിപണന കേന്ദ്രത്തിലേക്കായിരുന്നു. ഞങ്ങളിൽപ്പെട്ട ആർക്കും തന്നെ ഇത് വാങ്ങുവാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് ഒട്ടും തന്നെ ഇല്ലായിരുന്നു. പക്ഷേ അവിടെ ഞങ്ങൾ എത്തുന്നതിന് മുൻപ് തന്നെ വിദേശികളായ കുറെ അധികം കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു. ഞങ്ങളിൽ പലരും വിൻഡോ ഷോപ്പിങ്ങിൽ പ്രഗത്ഭരായതിനാൽ ആ മാൾ മുഴുവനും കറങ്ങി കാണുന്നുണ്ടായിരുന്നു. ലോക വിപണിയിൽ രത്നത്തിന്റെ 95% വിതരണം ചെയ്യുന്നത് മ്യാൻമാറിൽ നിന്നുള്ള മെറ്റീരിയലാണ്. ക്കും സ്വർണത്തിനും മുകളിൽ ചൈനക്കാർ ഏറ്റവും വിലമതിക്കുന്ന വസ്തുവാണ് ജേഡ് അല്ലെങ്കിൽ ഈ രത്നക്കല്ലുകൾ. പുരാതന കാലം മുതൽ ഈ അർത്ഥസുതാര്യമായ കല്ല് ആഭരണങ്ങൾ, ആചാരമായ ആയുധങ്ങൾ, ആചാരപരമായ വസ്തുക്കൾ എന്നിവ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ പോയത് ഞങ്ങളുടെ ഉച്ചഭക്ഷണത്തിന് വേണ്ടിയായിരുന്നു. അതേ ബിൽഡിങ്ങിൽ തന്നെയുള്ള 3ാമത്തെ നിലയിലായിരുന്നു ഞങ്ങളുടെ ഉച്ചഭക്ഷണം തയ്യാറാക്കിയിരുന്നത്. ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഞങ്ങളുടെ ഇന്നത്തെ ഭക്ഷണം എന്ന് പറഞ്ഞിരുന്നപ്പോൾ തികച്ച് ഞങ്ങൾ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് ചൈനീസ് ഫുഡായിരിക്കും, പരമ്പരാഗതമായിട്ടുള്ള ചൈനീസ് ഫുഡായിരിക്കും എന്നാണ്. എന്നാൽ തികച്ചും വ്യത്യസ്തമായ ഒരു അനുഭവമാണ് ഞങ്ങൾക്ക് അവിടെ ഉണ്ടായത്. ഇന്ത്യയിൽ നമ്മൾ കഴിക്കുന്ന പല ആഹാരങ്ങളും അവരുടെ മെനുവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നേരത്തെ കൂട്ടി ഇത് ഇന്ത്യയിൽ നിന്നുള്ള ടീമാണെന്ന് അറിഞ്ഞതുകൊണ്ടാണോ അവരിങ്ങനെ അറേഞ്ച് ചെയ്തത് എന്നറിയില്ല. എങ്കിലും ഞങ്ങൾ എല്ലാവരും തന്നെ വളരെ ആസ്വാദ്യകരമായി ആ ഭക്ഷണം ആസ്വദിച്ചു. മാത്രമല്ല ഇന്ത്യൻ വിഭവങ്ങളായ പല ചോറ്, പച്ചരി ചോറ്, അതുപോലെ തന്നെ നൂഡിൽസ്, മറ്റു പല വിഭവങ്ങളും നമ്മുടെ ഭക്ഷണമായിട്ട് താരതമ്യപ്പെടുത്താവുന്ന പലതും ഇതിലുണ്ടായിരുന്നതുകൊണ്ട് എല്ലാവരും വളരെ സന്തോഷകരമായിട്ട് തന്നെ അത് ആസ്വദിച്ചു. ചൈനീസ് ഫുഡ് എന്ന നമ്മുടെ സങ്കല്പത്തെ തികച്ചും മാറ്റിമറിക്കുന്നതായിരുന്നു ഈ ഉച്ചയൂണ്. ഞങ്ങൾക്ക് ബീജിംഗിലെ സമ്മർ പാലസ് സന്ദർശിക്കുകയായിരുന്നു ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം. 1750 ആദ്യമായി നിർമ്മിച്ചതാണ് ആ പാലസ്. 1860 യുദ്ധത്തിൽ
വലിയ തോതിൽ നശിക്കപ്പെടുകയും 1886 അതിൻ്റെ യഥാർത്ഥ അടിത്തറയിൽ പുനഃസ്ഥാപിക്കുകയും ചെയ്തു. ആ ഒരു പാലസിലേക്കാണ് നമ്മളിപ്പോൾ പുറപ്പെട്ടിരിക്കുന്നത്. ചൈനീസ് ലാൻഡ്സ്കേപ്പ് ഗാർഡൻ ഡിസൈനിൻ്റെ ഒരു മാസ്റ്റർ പീസാണ് ഇത് എന്ന് നമുക്ക് തീർത്തും പറയാവുന്നതേ ഉള്ളൂ. നമ്മൾ ആ ഗാർഡനിൽ എത്തിക്കഴിഞ്ഞു. ഒരു പ്രവേശന ഫീസ് ഇല്ലാതെയാണ് അവിടെ അത് എൻട്രി കൊടുത്തിരിക്കുന്നത്. പക്ഷേ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് വേണം നമുക്ക് ഉള്ളിൽ കയറാൻ വേണ്ടി. കുന്നുകളുടെയും തുറന്ന വെള്ളത്തിൻ്റെയും പ്രകൃതി ദൃശ്യങ്ങൾ, പവലിയനുകൾ, ഹാളുകൾ, കൊട്ടാരങ്ങൾ, ക്ഷേത്രങ്ങൾ, പാലങ്ങൾ തുടങ്ങിയവ കൃത്രിമ സവിശേഷതകളുമായി സംയോജിപ്പിച്ച് മികച്ച സൗന്ദര്യാത്മക മൂല്യമുള്ള ഒരു സമന്വയ സംയോജനമാണ് ഈ റൗണ്ട് മുഴുവൻ, ഈ പാർക്ക് മുഴുവൻ. In China, we have very famous lady. We call her Dragon Lady. She ruled China 48 years. It's the Empress Dowager. You know the history about her? Empress Dowager. She ruled China 48 years. If they live in the Summer Palace, his office is here. The high officials have to come here to meet the emperor. So later, first we see the emperor's office. We could not enter in. Living culture where the emperor and empress stay, and then the beautiful garden. There's a lake there. The lake is more than 200 hectares. 1750-നും 1764-നും ഇടയിൽ കിങ് ചക്രവർത്തി കിയോൺ ലോങ് വിഭാവനം ചെയ്ത ഇമ്പീരിയൽ ഗാർഡനിലെ നിരവധി പരമ്പരാഗത ഹാളുകളും പവിലിയനുകളും സമന്വയിപ്പിച്ചാണ് ബീജിംഗിലെ ഈ സമ്മർ പാലസ് നിർമ്മിച്ചിരിക്കുന്നതും. യുവാൻ രാജവംശത്തിന്റെ തലസ്ഥാനത്തിന്റെയും ലുവാങ്ക്വറ്റി ഹില്ലിന്റെയും മുൻ റിസർവറായ കുൻമിങ് തടാകത്തെ അടിസ്ഥാന ചട്ടക്കൂടായി ഉപയോഗിച്ചിരിക്കുന്നു. സമ്മർ പാലസിൽ രാഷ്ട്രീയവും ഭരണപരവും പാർപ്പിടവും ആത്മീയവും വിനോദ പ്രവർത്തനങ്ങളും സംയോജിപ്പിച്ചിരിക്കുന്നു. This is the imperial garden. Yeah, everything. The total area 292 hectares is all the summer palace. So it's mainly built by this lake called Kunming Lake. Kunming Lake. Boating. It is the residence of the emperor. Okay, so you follow me first. I bring you to see the place. തടാകങ്ങളുടെയും പർവ്വതങ്ങളുടെയും ഭൂപ്രകൃതിയിൽ ചൈനീസ് തത്വചിന്തയ്ക്ക് അനുസൃതമായി ഈ പാർക്ക് നിലകൊള്ളുന്നു. മനുഷ്യന്റെ പ്രവൃത്തികളെ പ്രകൃതിയുമായി സന്തുലിതമാക്കുകയും ചെയ്യുന്നു ഇവിടുത്തെ ഓരോ പ്രകൃതി ദൃശ്യങ്ങളും. 1850-കളിലെ രണ്ടാം കുറുപ്പ് യുദ്ധത്തിൽ നശിക്കപ്പെട്ട ഇത് ചക്രവർത്തി ഗോവാക്കർ ഡിസ്കിയുടെ ഉപയോഗത്തിനായി പുനർനിർമ്മിക്കുകയും സമ്മർ പാലസ് എന്ന പുനർനാമകരണം ചെയ്യുകയും ചെയ്തു. 1900-ലെ ബോസ്കർ കലാപത്തിൽ വീണ്ടും കേടുപാടുകൾ സംഭവിച്ചെങ്കിലും ഇത് പുനഃസ്ഥാപിക്കുകയും 1924 മുതൽ പൊതു പാർക്കായി ഇത് അനുവദിക്കുകയും പൊതുജനങ്ങൾക്ക് പ്രവേശനം അനുവദിക്കുകയും ചെയ്തു. ഭരണമേഖലയുടെ കേന്ദ്ര സവിശേഷമായ ഹാൾ ഓഫ് ബെനാവൻസ് ആൻഡ് ലോങ്ബിറ്റി സ്മാരകമായ ഈസ്റ്റ് പാലസ് അങ്കണത്തിലാണ് നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. നമ്മൾ ഇപ്പോൾ കുങ്മിങ് തടാക തീരത്തിൽ എത്തിക്കഴിഞ്ഞു. തടാകത്തിൽ 3 വലിയ ദ്വീപുകൾ അടങ്ങിയിട്ടുണ്ട്. പരമ്പരാഗത ചൈനീസ് പ്രതീകാത്മക മൗണ്ടൻ ഗാർഡൻ മൂലകമായി പൊരുത്തപ്പെടുന്നു. ഇതിൻ്റെ ഈസ്റ്റ് ഗേറ്റ് 17 കമാന പാലത്താൽ ഈസ്റ്റ് ഡെക്കുമായി ബന്ധിച്ചിരിക്കുന്നു. നീളത്തിൽ വ്യത്യസ്ത ശൈലികളിൽ 6 പാലങ്ങളുള്ള വെസ്റ്റ് ഡെക്ക് ഒരു പ്രധാന സവിശേഷതയാണ്. ഹിൽ ഓഫ് ലങ്വാലിറ്റിയുടെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഹാൾ ടിബറ്റൻ ശൈലിയിലുള്ള ക്ഷേത്രങ്ങളും ആശ്രമങ്ങളും വടക്ക് കിഴക്ക് ഹാർമോണിയസ് പ്ലാന്റേഷൻ ഗാർഡനും ഉൾപ്പെടുന്നു. ഞാൻ ഈ വിവരിച്ച സവിശേഷതകളാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തടാകത്തിൻ്റെ ഒരു ഭാഗത്ത് എല്ലാം ആകർഷകമായിട്ടുള്ള ഈ പാലസുകളും ചൈനീസ് നിർമ്മിതമായ അതിപുരാതന നിർമ്മിതികളും നമുക്ക് വീക്ഷിക്കാവുന്നതേ ഉള്ളൂ. സാംസ്കാരിക അവശിഷ്ടങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ നിയമം നടപ്പിലാക്കുന്നതിനുള്ള നിയന്ത്രണങ്ങളിൽ വിശദമാക്കിയിട്ടുള്ള 1982-ലെ സാംസ്കാരിക അവശിഷ്ടങ്ങളുടെ സംരക്ഷണ നിയമപ്രകാരം സമ്മർ പാലസ് ഉയർന്ന തലത്തിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. പരിസ്ഥിതി സംരക്ഷണവും നഗരാസൂത്രണവും സംബന്ധിച്ച് നിയമത്തിലെ ചില വ്യവസ്ഥകൾ വേനൽക്കാല കൊട്ടാരത്തിന്റെ സംരക്ഷണത്തിനും ബാധകമാണ്. ഈ നിയമങ്ങൾ ദേശീയ തലത്തിൽ നിയമപരമായ ഫലപ്രാപ്തി വഹിക്കുന്നുണ്ട്. 1961 മാർച്ച് 4-ന് ദേശീയ മുൻഗണന സംരക്ഷിത സൈറ്റുകളുടെ ആദ്യ ഗ്രൂപ്പിൽ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ സ്റ്റേറ്റ് കൗൺസിലിൽ സമ്മർ പാലസിനെ ഉൾപ്പെടുത്തി. 1987-ൽ സമ്മർ പാലസിന്റെ സംരക്ഷണ അതിരുകൾ പ്രത്യേകം പരാമർശിക്കുകയും സംരക്ഷണ മേഖലകളുടെ നിർമ്മാണ നിയന്ത്രണവും സംബന്ധിച്ച റിപ്പോർട്ട് അംഗീകരിച്ച് ബീജിംഗ് മുനിസിപ്പൽ ഗവൺമെന്റ് മുനിസിപ്പൽ ബ്യൂറോ ഓഫ് കൺസ്ട്രക്ഷൻ പ്ലാനിങ്ങിനും
സാംസ്കാരിക അവശിഷ്ടങ്ങൾ ബ്യൂറോയ്ക്ക് നൽകി. സമ്മർ പാലസിനെ കുറിച്ച് ആഴമേറിയ അന്വേഷണങ്ങളിലേക്ക് പോയാൽ 1, 2, 4 ദിവസങ്ങൾ കൊണ്ടോ എപ്പിസോഡുകൾ കൊണ്ടോ തീരാവുന്നതല്ല. അതുകൊണ്ട് തൽക്കാലം നമുക്ക് ഇവിടെ ചുരുക്കിക്കൊണ്ട് അടുത്ത എപ്പിസോഡിൽ വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ, നന്മ വരട്ടെ.